നമ്മൾ വീട്ടിലില്ലാത്ത സമയത്ത് നമ്മുടെ വീടിൻ്റെ ലൊക്കേഷൻ ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കും? ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും പല സന്ദർഭങ്ങളിലും നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായിരിക്കും. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. ഇതൊക്കെ നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് വിശദമായിട്ട് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും വളരെയധികം ഉപകാരപ്പെടും. നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഓരോ മൊബൈലിലും ഗൂഗിൾ മാപ്പിൽ പല രൂപത്തിലായിരിക്കും സെറ്റിംഗ്സ് ഉണ്ടാകുക. ഞാനിപ്പോൾ ഗൂഗിൾ മാപ്പ് ഇവിടെ ഓപ്പൺ ചെയ്യാണ്. വലതുവശത്ത് മുകളിൽ കാണുന്ന പ്രൊഫൈൽ പിക്ചറിൽ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ സെറ്റിംഗ്സ് കാണാൻ സാധിക്കും. സെറ്റിംഗ്സ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഇവിടെ തന്നെ ചില മൊബൈലിൽ ഹോം ആൻഡ് വർക്ക് അഡ്രസ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. പക്ഷേ എൻ്റെ മൊബൈലിൽ അത് കാണുന്നില്ല. ഇവിടെ ലൊക്കേഷൻ ആൻഡ് പ്രൈവസി എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും, ഹോം ആൻഡ് വർക്ക് അഡ്രസ്. ഇവിടെയാണ് നമുക്ക് ആ കാര്യങ്ങൾ ആഡ് ചെയ്യേണ്ടത്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഹോം അതുപോലെ തന്നെ വർക്ക് എന്ന രണ്ട് ഓപ്ഷൻ കാണാൻ സാധിക്കും. ഹോം എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ കാണിക്കുന്ന പോലെ നിങ്ങൾ ആഡ് ചെയ്താൽ മതി. ഓക്കെ. എന്നാൽ മറ്റു ചില മൊബൈലിൽ ജസ്റ്റ് ബാക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ യു എന്ന് കാണുന്ന ഈ ഒരു ഭാഗത്തായിരിക്കും ഉണ്ടാകുക. അതുകൊണ്ടാണ് ഞാൻ 2-3 ഓപ്ഷൻ കാണിച്ചു തന്നത്. ഓക്കെ. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഇവിടെ ഹോം അതുപോലെ തന്നെ വർക്ക് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ഹോം എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ കാണിച്ച അതേ ഓപ്ഷനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഇവിടെ യൂസ് യുവർ കറണ്ട് ലൊക്കേഷൻ എന്ന ഭാഗമാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. പക്ഷേ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങളുടെ കറണ്ട് ലൊക്കേഷൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളുടെ ലൊക്കേഷൻ, അതായത് നിങ്ങൾ ഏത് സ്ഥലത്താണുള്ളത് ആ സ്ഥലം ഇവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സ്ഥലങ്ങളും ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ. അത് നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇതുപോലെ മാപ്പ് ഓൺ ആയിട്ട് വരും. ഇവിടെ ഡണ്ണ് കൊടുത്താൽ മതി താഴെ. ഓക്കെ. ഇവിടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഓക്കെ. ഞാനിവിടെ ഡണ്ണ് കൊടുക്കുകയാണ്. ഡണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നമ്മുടെ ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിൽ ആഡ് ആയിട്ടുണ്ടാകും. ഇനി നമുക്ക് മറ്റൊരാൾക്ക് അയച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ കാണുന്ന യു എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഹോം എന്ന ഭാഗത്ത് ആ ഒരു ലൊക്കേഷൻ വന്നിട്ടുണ്ടാകും. അവിടെ ഒരു 3 ഡോട്ട്സും ഉണ്ടാകും. ആ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ. ഇവിടെ ഷെയർ എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ വാട്സാപ്പിലോ മറ്റോ നിങ്ങൾക്ക് സുഹൃത്തുക്കൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ വാട്സാപ്പ് ഇവിടെ സെലക്ട് ചെയ്യാണ്. അതിനുശേഷം ഞാനിപ്പോൾ ഒരു സുഹൃത്തിനെ ഇവിടെ സെലക്ട് ചെയ്യാണ്. ഓക്കെ. ഈ ഒരു സുഹൃത്തിന് ഞാൻ അയച്ചു കൊടുക്കുകയാണ്. ഈ ഒരു സുഹൃത്തിനെ ഞാൻ തിരഞ്ഞെടുത്തു. അതിനുശേഷം സെൻഡ് കൊടുത്തു. സെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ലൊക്കേഷൻ ഷെയർ ആകും. ഇത് ലഭിച്ച വ്യക്തി അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. കൃത്യമായിട്ട് നിങ്ങളുടെ ആ ഒരു ലൊക്കേഷൻ, നിങ്ങൾ ഏത് ലൊക്കേഷനാണ് ഇവിടെ ആഡ് ചെയ്തത് ആ ലൊക്കേഷനിൽ അവർക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഇങ്ങനെ നിങ്ങൾ ആഡ് ചെയ്താലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ വീട്ടിലില്ലാത്ത സമയത്ത് അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിദേശത്തോ മറ്റ് എവിടെയാണെങ്കിലും നിങ്ങളോട് പ്രത്യേകിച്ച് നിങ്ങളുടെ ആരെങ്കിലും കൂട്ടുകാരോ മറ്റോ നിങ്ങളുടെ വീടിൻ്റെ ലൊക്കേഷൻ ഒന്ന് അയച്ചു തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്നുകൊണ്ട് തന്നെ ഇതുപോലെ അയച്ചു കൊടുക്കാം. ഇനി അത് വേണ്ട എങ്കിൽ ഇവിടെ നിന്ന് നമുക്കത് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഓക്കെ. റിമൂവ് ഹോം എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് ആഡ് ചെയ്തത് റിമൂവ് ചെയ്യാനും സാധിക്കും. ഓക്കെ. ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുന്ന എല്ലാവരും തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിടുന്നത് നല്ലതായിരിക്കും. ഏത് സമയത്തും നമ്മൾ വീട്ടിൽ ഉണ്ടായിക്കൊള്ളണം എന്നില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ നമ്മുടെ ലൊക്കേഷൻ നമുക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ ഈ ഒരു ഓപ്ഷൻ വളരെയധികം ഉപകാരപ്രദമായിരിക്കും. ഓക്കെ. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഗൂഗിൾ മാപ്പിലൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിടുന്നത് വളരെയധികം നല്ലതായിരിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താനും മറക്കരുത്. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.